ഓക്കെ അപ്പം ഗൈസ് അപ്പം ഞാനാണ് ഗൈസ് ഷിൻചാൻ ഓക്കെ ഓക്കെ ഗൈസ് ഓക്കെ അപ്പം ഞാനെന്തായാലും ഗൈസ് രാവിലെ തന്നെ ഗൈസ് നമ്മുടെ പിൻചാനെ ഒന്നും തന്നെ എന്തായാലും കൂട്ടാതെ എന്തായാലും ഗൈസ് നമ്മുടെ ഏതാണ് BMW എടുത്തുകൊണ്ട് എന്തായാലും കത്തിച്ചെന്തായാലും വിടാണ് കേട്ടോ. ഓക്കെ ഗൈസ് ഇത് പിന്നെ നമ്മൾ പുതിയതായിട്ട് എടുത്ത BMWകളൊക്കെയാണ് കേട്ടോ. ഫ്രാങ്ക്ലിൻ ചേട്ടനുകളൊക്കെ എനിക്ക് തന്ന പോക്കറ്റ് മണികളൊക്കെ വെച്ച് ഞാൻ കുറേ സേവ് ചെയ്ത് കഷ്ടപ്പെട്ട് ഫ്രാങ്ക്ലിൻ ചേട്ടൻ്റെ എന്നൊക്കെ കുറേ പൈസയൊക്കെ വെച്ച് ഞാൻ കഷ്ടപ്പെട്ട് പൈസ കൊടുത്തൊക്കെ വാങ്ങിച്ചൊരു കിടുക്കാച്ചായിട്ടുള്ളൊരു BMW M3 ആണ് കേട്ടോ. ഇത് പിന്നെ ഒരു നൈസ് ഒരു വണ്ടികളൊക്കെയാണ് കേട്ടോ. എനിക്ക് എന്തായാലും നല്ല രീതിക്കാണ് ഈ ഒരു വണ്ടികളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ പുതിയതായിട്ട് എടുത്തതാണ്, ഞാൻ എൻ്റെ സ്വന്തം പൈസ വെച്ച് വാങ്ങിച്ച വണ്ടിയാണ് ഓക്കെ. അതുകൊണ്ട് തന്നെ ഒരിടവും മുട്ടാതെയൊക്കെയാണ് എന്തായാലും പോകണമെന്ന് വെച്ചാലൊക്കെ. എന്തായാലും ഇത് നൈസ് കൊണ്ടാണ് കേട്ടോ, നല്ല സ്പീഡ് എന്തായാലും ഉണ്ട് കേട്ടോ. ഞാനിവിടെ ചുമ്മാ റെയിൽവേ സ്റ്റേഷൻ വരെ എന്തായാലും വന്നതാണ്. കാരണം വെച്ചാൽ ഗൈസ് ഇവിടെ എന്തായാലും എൻ്റെ ഒരു ഫ്രണ്ട് കണക്കെ എന്തായാലും ഉണ്ട് ഗൈസ് ഓക്കെ. അവനാണ് എന്തോ ഒരു സംശയം എന്തോ സംഭവങ്ങളൊക്കെ കണക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും എന്നെ എന്തായാലും വിളിച്ച് ഗൈസ് ഓക്കെ. അപ്പോൾ നമുക്കെന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്കെന്തായാലും നമ്മുടെ വണ്ടി കണക്കെ എന്തായാലും ഇവിടെ എന്തായാലും പാർക്ക് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ സൈഡിലോട്ട് എന്തായാലും പാർക്ക് ചെയ്യാം ഓക്കെ. എന്നിട്ട് നമുക്കെന്തായാലും എന്തിനാണ് അവൻ എന്തായാലും നമ്മളെ വിളിച്ചതെന്ന് തന്നെ എന്തായാലും അറിയത്തില്ല ഗൈസ് ഓക്കെ. നമുക്കെന്തായാലും അവൻ്റെ അടുത്ത് എന്തായാലും പോയി എന്തായാലും ചോദിച്ചിട്ട് എന്തായാലും വരാം അവൻ എന്തിനാണ് നമ്മളെ വിളിച്ചതെന്ന് ഓക്കെ. ഓക്കെ ഗൈസ് അവൻ എന്തായാലും അവിടെ എന്തായാലും നിപ്പുണ്ട് ഓക്കെ. നമുക്ക് എന്തായാലും അവൻ്റെ അടുത്ത് എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ എന്ന് ചോദിച്ചിട്ട് എന്തായാലും വരാം ഓക്കെ. ഓക്കെ ഗായ്സ് ഓക്കെ. അപ്പം ഞാനാണ് ഗായ്സ് ഇവിടുത്തെ ഏറ്റവും വലിയ മാഫിയ ഓക്കെ. ഓക്കെ ഗായ്സ് ഓക്കെ. ഞാൻ എന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും ചുമ്മാ എന്തായാലും നടന്നെന്തായാലും പോവേണം കേട്ടോ. ഓക്കെ നമ്മളെന്തായാലും ഗൈസ് നമ്മുടെ മാഫിയ ബേസിലോട്ട് എന്തായാലും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ. നമ്മളെന്തായാലും ചുമ്മാ എന്തായാലും ഇങ്ങോട്ട് എന്തായാലും നടന്നെന്തായാലും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷനിലൂടെ ഓക്കെ. ഓക്കെ ഗായ്സ് ഇതെന്താണ് എൻ്റെ പൊന്നെ, ഇതെന്താണ് ഇത് BMW അല്ലേ? പക്ഷെ എൻ്റെ ആളിയാ, നമ്മൾ എവിടെ കാർ ഉണ്ടല്ലോ അതിൻ്റെ പരിപ്പിളക്കിയിട്ടേ പോകത്തുള്ളൂ ഓക്കെ. ഇവിടെ താണ്ട ഒരു ലക്ഷറി കാറൊക്കെ കിടപ്പുണ്ട്. പക്ഷേ എൻ്റെ മോനെ ഇതെന്തായാലും നൈസായിട്ട് തന്നെ എന്തായാലും ഉണ്ട് കേട്ടോ. ഒരു കിടുക്കാച്ച് കാറുകളൊക്കെയാണ് ഗൈസ് ഇതെന്ന് വെച്ചാലൊക്കെ. ഓക്കെ ഗൈസ് അപ്പോൾ നമുക്കെന്തായാലും ഈ ഒരു വണ്ടി അങ്ങ് നൈസായിട്ട് അങ്ങ് അടിച്ചെന്തായാലും നശിപ്പിക്കാം ഗൈസ് ഓക്കെ. ഞാൻ പിന്നെ ഏത് വണ്ടി ഉണ്ടല്ലോ അതിൻ്റെ പരിപ്പിളക്കിയിട്ടേ പോകത്തുള്ളൂ ഓക്കെ. ഇത് മൊത്തം ഞാൻ എന്തായാലും വെടിച്ച് പൊട്ടിക്കണം ഓക്കെ. അതിനുമ്പോൾ ഇതിൻ്റെ ലോക്ക് പൊട്ടിച്ചെന്തായാലും ഇതൊന്ന് ഓടിച്ചൊന്ന് നശിപ്പിക്കാം ഗൈസ് ഓക്കെ. ഇവിടെ ഇപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ലോക്ക് പൊട്ടിച്ചിട്ടുണ്ട് ഓക്കെ. നമ്മളെന്തായാലും ഈ വണ്ടി കത്തിക്കണില്ല, ഈ വണ്ടി മൊത്തത്തിൽ ഇടിച്ച് നമ്മൾ നശിപ്പിക്കാനായിട്ട് പോകണം ഓക്കെ. നമ്മളിതിൻ്റെ ലോക്ക് പൊളിച്ചെന്തായാലും എല്ലാം അടിച്ച് പൊട്ടിച്ച് നമ്മൾ നശിച്ച് കയറിയിട്ടുണ്ട് ഓക്കെ. ഒന്നും ബാക്കിയൊക്കെയുണ്ട് ഓക്കെ. എനിക്ക് പിന്നെ എന്താണെന്ന് ഈ പുതിയ വണ്ടികളെ കാണുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഭ്രാന്താണ്. എൻ്റെ കയ്യിലാണെങ്കിൽ വലിയ കാര്യമായിട്ട് ആ വണ്ടിയൊന്നും തന്നെയല്ല, എൻ്റെ കയ്യിൽ ആകെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു പഴയൊരു ബൈക്കാണ് ഓക്കെ. എനിക്ക് പുതിയ വണ്ടികളെ കാണുമ്പോൾ എന്തോ ഒരു ഇഷ്ടം തോന്നില്ല, അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിനെയും ഇടിച്ച് നശിപ്പിക്കണമെന്ന് വെച്ചാൽ ഓക്കെ. പക്ഷേ എൻ്റെ ആളെ ഞാനിവിടെ ഇപ്പം ഈ ഒരു BMW പരിപ്പിളകിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ. ഇതിൻ്റെ കാര്യത്തിൽ ഏകദേശം പോയി, ഇതിൻ്റെ എല്ലാ ഡോറിനെയും ഇടിച്ച് നശിപ്പിക്കുന്നതാണ് ഓക്കെ. ഇതിൻ്റെ ഓണർ എവിടെയാണെന്ന് അറിഞ്ഞൂടോ ഓക്കെ. അവൻ നമ്മളെ കണ്ടുപിടിക്കാനും തന്നെ പോകണം തന്നെയല്ലോ ഓക്കെ. നമുക്കിപ്പോൾ എന്തായാലും ഇവിടെ എന്തായാലും മൊത്തം അങ്ങ് ഇടിച്ചെന്തായാലും കയറ്റാം ഓക്കെ. എന്നിട്ട് നമുക്കെന്തായാലും ഈ ഇവിടെ ഒരു സ്കോർപ്പിയോ ഒന്നുണ്ട്, എല്ലാത്തിനും അങ്ങ് അടിച്ചെന്തായാലും അങ്ങ് നശിപ്പിക്കാം ഓക്കെ. ഇനി എന്തായാലും ഈ BMW ജീവിച്ചിരുന്നിട്ട് കാര്യമല്ലോ ഓക്കെ. ഈ വണ്ടിയുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമാക്കാൻ പോകണം ഓക്കെ. ഏകദേശം ഈ വണ്ടിയുടെ പരിപ്പിളവിട്ടുണ്ട് കേട്ടോ. ഏകദേശം വണ്ടി നശിച്ച് മണക്കല്ലായി തീർന്നിട്ടുണ്ട് ഓക്കെ. എൻ്റെ ആളിയാണ് വണ്ടിയുടെ ഡോറെല്ലാം അടിച്ച് പറന്ന് പോയിട്ടുണ്ട് ഓക്കെ. ഓക്കെ അങ്ങനെ ഈ ഒരു വണ്ടിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഇതിവിടെ എന്തായാലും സ്റ്റക്കായിട്ട് എന്തായാലും നിൽക്കുകയാണ് ഓക്കെ. നമുക്കെന്തായാലും അതിൻ്റെ ആവശ്യം തന്നെയല്ലോ ഓക്കെ. നമുക്കെന്തായാലും ഗൈസ് നൈസായിട്ട് എന്തായാലും ഇവിടെ നിന്ന് എന്തായാലും അങ്ങ് പോവാം ഗൈസ് ഓക്കെ. നമുക്കെന്തായാലും നേരെ എന്തായാലും ആരും കാണണ്ട, നമുക്കെന്തായാലും ഇവിടെ നിന്ന് എന്തായാലും കണ്ട വഴി എന്തായാലും ഓടാം ഓക്കെ. ഓക്കെ ഗൈസ് ഇവിടെ ഇപ്പൊ നൈസായിട്ട് പണി പാളി ഗൈസ് ഓക്കെ. ഓക്കെ ഗൈസ് ഏതോ ഒരു ഗ്യാങ്സ്റ്ററുകളൊക്കെ വന്നിട്ട് നമ്മുടെ വണ്ടി മൊത്തത്തിൽ അടിച്ച് നശിപ്പിച്ചിട്ട് നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് നേരെ വേറെ ഏതൊരു വണ്ടി കൊണ്ട് ഇടിച്ച് വണ്ടി മൊത്തത്തിൽ നശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോനെ ഇതെന്താണ് ഗൈസ്, നമ്മുടെ BMW നശിപ്പിച്ച് പണ്ടാറടക്കിയല്ലോ. ആരാണോ എന്തോ ഗൈസ് നമ്മുടെ വണ്ടി നശിപ്പിച്ച് ഈ കോലത്തിലാക്കിയത്. എൻ്റെ അമ്മ എനിക്ക് നല്ല രീതിക്ക് വിഷമം വരുന്നുണ്ട് ഗൈസ്. ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് പൈസ കൊടുത്ത് വാങ്ങിച്ച വണ്ടിയാണ് കേട്ടോ ഇതെന്ന് വെച്ചാലൊക്കെ. പക്ഷേ എൻ്റെ ആൾ ഇതിങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് സങ്കടം വരണ ഗൈസ് ഒക്കെ. എൻ്റെ വണ്ടിയുടെ പരിപ്പാക്കിയിട്ടുണ്ട് ഗൈസ് ഇവന്മാരൊക്കെ. എന്നാൽ ഇത് ആരാണെന്തോ ഗൈസ് ഒക്കെ എനിക്കറിയാൻ പാടില്ല ഓക്കെ. ആരും എൻ്റെ വണ്ടി ഫുള്ളായിട്ട് എന്തായാലും ഇടിച്ചെന്നാലും നശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഏതൊരു ഡ്യൂപ്ലിക്കേറ്റ് ബുഗാട്ടി ഒന്ന് ഇടിച്ച് മൊത്തത്തിൽ കയറ്റി കൊടുത്തിട്ടുണ്ട് ഓക്കെ. ഏതൊരുത്തെ മനഃപൂർവ്വം എൻ്റെ വണ്ടി കൊണ്ടിടിച്ചാൽ എൻ്റെ മോൻ ഇവിടെ വേറൊരു ആക്സിഡൻറ്റ് ഇവിടെ ഉണ്ടായേക്കണം. ഒന്നാമത് നമ്മുടെ വണ്ടി ഇടിച്ച് പൊളിഞ്ഞ് തവിട് പൊളിയെ കിടക്കണം, അതിൻ്റെ ഇടയിൽ കൂടെ വേറൊരുത്തരും കൂടെ ഒന്ന് ഇടിച്ചേറ്റാൻ നോക്കണം ഓക്കെ.
എന്നാലും ഈ വണ്ടി ഈ കോലത്തിലാക്കിയവനെ വെറുതെ വിടത്തില്ല കേട്ടോ. എന്തായാലും അവനെ തീർത്തിട്ട് തന്നെ വേറെ കാര്യം. ഓക്കെ, ഞാൻ എന്തായാലും അവനെ കണ്ടിട്ടുണ്ട് കേട്ടോ. അവൻ്റെ ഒരു ഫോട്ടോ ഞാൻ എന്തായാലും നൈസായിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, അതേതോ മാഫിയയുടെ മെമ്പറാണെന്ന് തോന്നുന്നത്. കാരണം മാഫിയ എന്ന് പറഞ്ഞ് അവൻ്റെ ഫ്രണ്ടിലത്തെ ഒരു ടീഷർട്ടിൽ നല്ലൊക്കെ എഴുതിയിട്ട് എന്നാലും ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ എന്തായാലും അവനെ വെറുതെ ഇടാൻ പോകണില്ല. ഓക്കെ, ഞാനും പിങ്ചാനും എല്ലാവരും കൂടെ കഷ്ടപ്പെട്ട് പൈസ കൊടുത്ത് വാങ്ങിച്ച വണ്ടിയാണ്. ഓക്കെ, പക്ഷേ എൻ്റെ ആൾ ഇത് ഫ്രാങ്ക്ലിൻ ചേട്ടൻ കാണുമ്പോൾ എന്നെ അടിച്ച് കൊല്ലുമല്ലോ. ഓക്കെ, ഫ്രാങ്ക്ലിൻ ചേട്ടനാണ് ഏറ്റവും കൂടുതൽ പൈസ മുടക്കിയെന്ന് വെച്ചാൽ. ഓക്കെ, ഏകദേശം ഒരു 4 കോടിയോളം ആയിട്ടുണ്ട് ഈ വണ്ടി വാങ്ങിക്കാനായിട്ടൊക്കെ. അതിൽ ഒരു 10 ലക്ഷം രൂപ ഞാൻ ഉണ്ടാക്കിയതാണ്. ഓക്കെ, അതേപോലെ തന്നെ ബാക്കി പൈസ എല്ലാവരും നമ്മുടെ ഗ്രാനി പിങ്ചാനും എല്ലാവരും കൂടെ ഇട്ട് ഷെയർ ചെയ്ത് എനിക്ക് വാങ്ങിച്ചെന്ന വണ്ടിയാണ്. ഓക്കെ, ആഗ്രഹിച്ചെടുത്ത വണ്ടിയാണ്. അതിൻ്റെ അവസ്ഥ കണ്ടില്ലേ. എന്തായാലും ഇത് ചെയ്തോണേ ഞാൻ എന്തായാലും വെറുതെ വിടത്തില്ല. ഓക്കെ, ഞാൻ എന്തായാലും ഒരു ടാക്സി പിടിച്ചെന്തായാലും വീട്ടിൽ പോയിട്ട് ഞാൻ എന്തായാലും ഫ്രാങ്ക്ലിൻ ചേട്ടനോട് എന്തായാലും ഉറപ്പായിട്ട് പറയുന്ന എനിക്ക് ഫസ്റ്റ് ഈ വണ്ടി ഇവിടെ നിന്ന് എന്തായാലും എടുത്തെന്തായാലും മാറ്റണം കേട്ടോ. ഈ വണ്ടി മൊത്തം പോയേക്കാണ്. ഓക്കെ, ഇവിടെ ഇപ്പം എന്തായാലും ഗൈസ് നമ്മളെന്തായാലും ഫൈനലി നമ്മുടെ വീട്ടിലോട്ട് കളക്കി എന്തായാലും ഫൈനലി എത്തിയിട്ടുണ്ട് കേട്ടോ. എന്നാലും എന്ത് കഷ്ടമാണല്ലോ ഗൈസ്, നമ്മുടെ വണ്ടി ഈ അവസ്ഥയിലാക്കി. നമ്മുടെ ഗ്ലാസും പൊട്ടി, എല്ലാ ഡോറും പോയി. ഒരു ഡോർ എന്താ ബാക്കിയുണ്ടായിരുന്നു, അത് വരണ വഴിയിൽ എവിടെയോ കൊണ്ട് ഇടിച്ച് പൊളിഞ്ഞെന്തായാലും പോയൊക്കെ. നമ്മളങ്ങനെ വീട്ടിൽ വന്ന് ഇനി എന്തായാലും ഫ്രാങ്ക്ലിൻ ചേട്ടൻ എന്നെ അടിച്ച് കൊല്ലും ഗൈസൊക്കെ. എന്തായാലും എൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട് കേട്ടോ. നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസൊക്കെ. നമ്മളങ്ങനെ നമ്മുടെ BMW ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടൊക്കെ. ചേട്ടൻ്റെ ഡിഫൻഡറൊക്കെ ഇവിടെ എന്തായാലും കിടപ്പുണ്ടൊക്കെ. എന്തായാലും എൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിരിക്കും. നമുക്കെന്തായാലും ഫ്രാങ്ക്ലിൻ ചേട്ടനെ വിളിക്കാം. ഫ്രാങ്ക്ലിൻ ചേട്ടാ എന്താടാ ഷിൻചാനെ, എന്താടാ എന്നെ വിളിച്ച? ഫ്രാങ്ക്ലിൻ ചേട്ടാ നൈസായിട്ട് പണിപ്പാളി. ഫ്രാങ്ക്ലിൻ ചേട്ടാ എന്താടാ ഷിൻചാനെ, നീ കാര്യം പറ. ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഞാനാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയേ. അല്ല, നിൻ്റെ BMW എന്താ ഇങ്ങനെ ഇരിക്കണ? അതെന്നെ ഫ്രാങ്ക്ലിൻ ചേട്ടാ ഞാൻ പറയാൻ വന്നേ. ഞാൻ പറയട്ടെ. നീ പറ. ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയ ഈ BMW കൊണ്ട്. അപ്പോൾ ഞാൻ BMW ആണ് ഈ ജുറാസിക് പാർക്കിൻ്റെ അടുത്ത് അവിടെ സൈഡിലൂടെ പാർക്ക് ചെയ്ത് ഞാനാണ് എൻ്റെ ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏതോ ഒരു നമ്മുടെ മാഫിയയുടെ മെമ്പറുകളൊക്കെ വന്ന് എൻ്റെ വണ്ടിയിലോട്ട് ഗണ്ണ് വെച്ച് ഫയർ ചെയ്ത് ഗ്ലാസ് പൊട്ടിച്ച് ഫുള്ള് ലോക്കെല്ലാം അടിച്ച് പൊട്ടിച്ച് വണ്ടി എടുത്തുകൊണ്ട് കത്തിച്ചെന്നാലും വിട്ട് വേറൊരു വണ്ടി കൊണ്ട് ഇടിച്ച് കയറ്റി മൊത്തത്തിൽ ഈ വണ്ടി പൊളിച്ച് കൈ തന്നവൻ. എടാ ഷിൻചാനെ, സത്യം പറ, ഇത് നീ നശിപ്പിച്ചതല്ലേ? ഇല്ല ഫ്രാങ്ക്ലിൻ ചേട്ടൻ എന്തിനാ എന്നെ സംശയിക്കണം? ഓക്കെ, ഞാൻ കള്ളം പറഞ്ഞല്ലേ, സത്യമായിട്ടാണ് പറയണേ. ഇത് സത്യത്തിൽ ഞാൻ ഇടിച്ച് നശിപ്പിച്ചല്ലേ. ഞാൻ ഒരു സ്ക്രാച്ച് പോലും എത്തിയില്ല. ഒരു മാഫിയയുടെ മെമ്പറൊന്നും എടുത്തിട്ട് വേറൊരു വണ്ടി കൂടി ഇടിച്ചു കയറ്റിയപ്പോൾ ഈ അവസ്ഥയിലേ വണ്ടി. എന്നാലും അവൻ എന്ത് പണിയാണല്ലോ ഷിൻചാനെ കാണിച്ച. ഫ്രാങ്ക്ലിൻ ചേട്ടാ, എനിക്ക് ആ മാഫിയയുടെ മെമ്പറിനോട് പ്രതികാരം ചെയ്യണം. ഫ്രാങ്ക്ലിൻ ചേട്ടാ, എനിക്ക് അവനെ കണ്ടാൽ തിരിച്ചറിയാം. അത് മാത്രമല്ല, അവനാണെങ്കിൽ നടന്നാണ് വന്നത്. എനിക്ക് അവനോട് എങ്ങനെയെങ്കിലും പ്രതികാരം ചെയ്യണം. അതിനൊരു മാറ്റമല്ല. ഫ്രാങ്ക്ലിൻ ചേട്ടാ, എനിക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പവേഴ്സ് അങ്ങനെ വല്ലതും കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് അവനോട് പ്രതികാരം ചേർന്ന്. എടാ ഷിൻചാനെ, നീ പേടിക്കണ്ടാ. എടാ, നീ ഓർക്കുന്നുണ്ടോ, എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു അടിപൊളി ഹൾക്കിൻ്റെ ഒരു സ്യൂട്ട് ഇരിപ്പുണ്ട്. ആ സ്യൂട്ടാണെങ്കിൽ ഞാൻ മുകളിൽ നല്ല സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യുക, ആ സ്യൂട്ട് എടുത്തിട്ട്. ഫ്രാങ്ക്ലിൻ ചേട്ടാ, താങ്ക് യു ഫ്രാങ്ക്ലിൻ ചേട്ടാ. അതിനു മുമ്പേ അല്ലേ ഈ വണ്ടി എന്തായാലും ഒന്ന് സർവീസ് സെൻറ്ററിലൊന്ന് കൊണ്ടുകൊടുക്കണം കേട്ടാ. എടാ ഷിൻചാനെ, അത് പിന്നെ എപ്പോഴെങ്കിലും കൊണ്ടുകൊടുക്കുക. നീ ഒരു കാര്യം ചെയ്ത് അവിടെ എന്തെങ്കിലും ബാക്കിലോ അവരെടുത്ത് എന്തായാലും കൊണ്ടിട്ടിട്ടോ. ഈ വണ്ടി ഇനി വെളിയിൽ കണ്ടെന്ന് ആരെങ്കിലും കണ്ടാൽ പിന്നെ ഈ വണ്ടി നശിപ്പിച്ച് ഈ പരുവത്തിൽ ആക്കിയതിനേക്കാളും ഫുള്ള് പൊളിച്ചളയും. ഈ വണ്ടി മിക്കവാറും അവന്മാർ അടുത്ത് ഇനി വരുമ്പോൾ കത്തിച്ചളയും ചെയ്യാം. അതുകൊണ്ട് ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നീ പോയി ആ സ്യൂട്ട് എടുത്തിട്ട്. ആ സ്യൂട്ട് മുകളിലുണ്ട്. നിനക്ക് ഏത് സ്യൂട്ടാണ് വേണ്ടത്? നിനക്ക് സൂപ്പർമാൻ്റെ വേണോ, സ്പൈഡർമാൻ്റെ വേണോ, അതോ ഹൾക്കിൻ്റെ വേണോ? ഫ്രാങ്ക്ലിൻ ചേട്ടാ, എനിക്ക് ഹൾക്കിൻ്റെ സ്യൂട്ട് മതി. അതാണ് നൈസ് സ്യൂട്ട്. ആ സ്യൂട്ട് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടം പോലെ പവേഴ്സ് കിട്ടും. അങ്ങനെ എനിക്ക് അവന്മാരോട് പ്രതികാരം ചെയ്യാൻ പറ്റും. ആടാ ഷിൻചാനെ, നീ ഇപ്പോൾ ഹൾക്കിൻ്റെ സ്യൂട്ട് ഇട്ടാ വണ്ടി പിന്നെ നമുക്ക് ശരിയാക്കി കൊടുക്കാം. നീ പേടിക്കണ്ട. എടാ ഷിൻചാനെ, നിന്റെ ലുക്ക് മൊത്തത്തിൽ മാറിയില്ലൂടാ ഷിൻചാനെ. ഫ്രാങ്ക്ലിൻ ചേട്ടാ, എൻ്റെ ലുക്ക് മൊത്തത്തിൽ മാറിയില്ലേ? എന്നെ കാണാൻ ഇപ്പോൾ ഒടുക്കത്തെ ഗ്ലാമറായിട്ടില്ലേ? എടാ ഷിൻചാനെ, നീ ഹൾക്കിൻ്റെ സ്യൂട്ട് എടുത്തിട്ട് നിന്നെ കാണാൻ വേറെ ലെവൽ ലുക്കായിട്ട് തന്നെ ഉണ്ട് കേട്ടാ. ഫ്രാങ്ക്ലിൻ ചേട്ടാ, അപ്പം ഞാൻ പോയിട്ട് വരാം. അവന്മാരെ ബേസിൻ്റെ ലൊക്കേഷനൊക്കെ കണ്ടുപിടിച്ച്. അല്ല, നിനക്കങ്ങനെ അവന്മാരെ ബേസിൻ്റെ ലൊക്കേഷനൊക്കെ കണ്ടുപിടിക്കാൻ പറ്റി? അതുതന്നെ ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഞാൻ പറഞ്ഞ വഴിയിൽ നമ്മുടെ ലെസ്റ്റർ അണ്ണൻ്റെയോടെ ഞാൻ പറഞ്ഞിരുന്നു. ലെസ്റ്റർ അണ്ണൻ്റെയോടെ പറഞ്ഞിട്ട് ഞാൻ എന്തായാലും മാഫിയയുടെ ബേസിൻ്റെ ലൊക്കേഷനുകളൊക്കെ നൈസായിട്ട് ഞാൻ ഹാക്ക് ചെയ്തെടുത്ത്. മാഫിയയുടെ ബേസിൻ്റെ ലൊക്കേഷനുകളൊക്കെ നൈസായിട്ട് ഞാൻ ട്രാക്ക് ചെയ്തെടുത്ത്. നമ്മുടെ ഈ ഒരു ഇന്ത്യയിലും കണക്കെ നമ്മുടെ ഈ ഒരു ഏരിയയിലായിട്ട് ഒരു ബേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെയാണ് അവൻ അവസാനമായിട്ട് പോയേക്കണം. എന്തായാലും ഇന്ന് അവൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കിയിട്ട് തന്നെ എൻ്റെ കാര്യം. ഷിൻചാനെ, നീ പോയിട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫ്രാങ്ക്ലിൻ ചേട്ടാ.
ഇന്ന് ആ മാഫിയയുടെ കാര്യത്തിലൊരു തീരുമാനം. അവനെ എവിടെ കണ്ടാലും ഞാൻ തീർത്തോളെ, അത്രേ ഉള്ളൂ. അവനെ മാത്രമേ ഞാൻ തീർക്കുള്ളൂ, വേറെ ആരെയും ഞാൻ നശിപ്പിച്ചോളയില്ല. അവനെ എവിടെ കണ്ടാലും ഞാൻ തീർത്തോളാം കേസ്. എനിക്ക് അവനെ നന്നായിട്ട് അറിയാം. ഓക്കെ, ഇന്ന് അവൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും കേസ്. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും അങ്ങോട്ട് എന്തായാലും പോവാം കേസ്. ഒക്കെ നമ്മുടെ മാഫിയയുടെ ബേസിൻ്റെ ആ ഏരിയയിലോട്ട് പോവാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്തായാലും കേസ് ഞാൻ എന്തായാലും മാഫിയയുടെ ബേസിൻ്റെ ലൊക്കേഷനിലോട്ട് ഏകദേശം എത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ പോനെ എനിക്കാണെങ്കിൽ ഒന്നാമത് മര്യാദയ്ക്ക് വണ്ടി പോലെ നേരെ ഓടിക്കാൻ പറ്റണില്ല കേസൊക്കെ. എൻ്റെ വലിപ്പം അത്രത്തോട്ട് എന്തായാലും ആയിട്ടെന്നാലും ഉണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും ഹൾക്കിൻ്റെ സ്യൂട്ടെല്ലാം എടുത്തിട്ട് ഓക്കെ ഞാൻ പറഞ്ഞ വഴി ഒരു വണ്ടി അങ്ങനെ നൈസായിട്ട് അങ്ങ് അടിച്ചു പറ്റി. ഓക്കെ, നമുക്കെന്തായാലും ഈ ഒരു വണ്ടി ആണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും എന്തായാലും പാർക്ക് ചെയ്ത് ഒരു ഷോറൂമുകളൊക്കെയാണ് കേട്ടോ. നമ്മുടെ BMW നശിപ്പിച്ചവൻ്റെ നമ്മൾ വെറുതെ വിടത്തില്ല കേസ്. ഓക്കെ, ഇന്ന് എന്തായാലും അവൻ്റെ കാര്യത്തിൽ തീരുമാനം. ഇതാണ് നമ്മുടെ മാഫിയകളൊക്കെ താമസിക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ. ഓക്കെ, നമുക്കതിൽ ഈ ഒരു വെളിയിലുള്ള പോർഷൻ ഫുള്ളായിട്ട് എന്നാലും സെർച്ച് ചെയ്യട്ടെ. അവൻ എവിടെ കണ്ടാലും ഞാൻ തീർത്ത് കളയും. ഓക്കെ ഓക്കെ ഗൈസ്, അവിടെ ഒരുത്തം പോകുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഇത് അവൻ തന്നെയാണ് ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, അവൻ അവിടെ നിന്ന് എന്തായാലും നടന്നെന്തായാലും പോകുന്നുണ്ട്. ഓക്കെ, ഇത് അവൻ തന്നെയാണ്. ഓക്കെ, അവനാണെങ്കിൽ ഒരു വെള്ള കളറുള്ള ചെറിയൊരു ബനിയൻ പോലത്തെ ഒരു സാധനമാണ് ഇട്ടതെന്ന് വെച്ചാൽ. ഓക്കെ, ഇത് അവൻ തന്നെയാണ്. ഞാൻ എന്തായാലും വേറെ ആരെയും എന്തായാലും ഒന്നും തന്നെ ചെയ്യണില്ല. ഓക്കെ, വേറെ ഇതിൻ്റെ അകത്തുള്ള ഒരു മാഫിയ മെമ്പറിനെ ഒന്നും തന്നെ ഞാൻ ചെയ്യണില്ല. ഇവനെ എൻ്റെ ഒറ്റ അടി വെച്ച് തന്നെ തീർത്തോളാനായിട്ട് തന്നെ പോവാണ്. ഇന്നാ പിടിച്ചോ, അത്രേ ഉള്ളൂ കേസ്. ഓക്കെ, അവൻ്റെ കാര്യത്തിൽ അങ്ങനെ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. നീ ആറോ, നീ എന്തിനാണ് എന്നെ അടിച്ചത്? നിനക്ക് ഞാൻ ആരോടെന്ന് അറിയണം? ഞാൻ മാഫിയയുടെ മെമ്പറാണ്. ഞാൻ ഇപ്പം കുറച്ച് മുമ്പേ ഒരുത്തൻ്റെ വണ്ടി അടിച്ച് നശിപ്പിച്ചതേ ഉള്ളൂ. എടാ നീ പേടിക്കണ്ടാ, ആ വണ്ടി അടിച്ചോട്ടിച്ചില്ല, അത് എൻ്റെ വണ്ടിയാണ്. നിനക്ക് എന്തിനാ കേട്ടറാ? നീ എന്തിനാണ് എൻ്റെ വണ്ടി അടിച്ചോട്ടിച്ചോ? അയ്യോ, നീ എന്നെ ഒന്നും ചെയ്യല്ലേ, നിനക്ക് ഇത്രമാത്രം പവേഴ്സ് ഉണ്ടായിരുന്നാ? അല്ല, നിനക്ക് എവിടെ നിന്നാ ഹൾക്കിൻ്റെ പവേഴ്സ് കിട്ടി? അതിപ്പോൾ നീ അറിയേണ്ട ആവശ്യമില്ല. നിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനം പറയും. ഞാൻ ഇപ്പം തന്നെ നിന്നെ ഇടിച്ച് കൊല്ലാൻ പോവാണ്. അയ്യോ, എന്നെ കൊല്ലല്ലേ, പ്ലീസ് പ്ലീസ്, ഞാൻ വേണ്ട വണ്ടി ശരിയായി തരാം. നീ ഇനിയിപ്പോൾ ഒന്നും പറയണ്ട, നിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായടാ. നീ ചത്തടാ. ഞാൻ നിൻ്റെ മണ്ടക്കെടുത്ത് ചാടുമ്പോൾ നീ അപ്പം തന്നെ എന്തായാലും ചാവൂടാ. അയ്യോ, അങ്ങനെ ചെയ്യല്ലേ, എനിക്ക് ഇനി ജീവിക്കാൻ ആഗ്രഹമുണ്ട്. ഇല്ലടാ, നീ ഒന്ന് ജീവിച്ചിട്ട് കാര്യമില്ല. യെസ് ഗൈസ്, അങ്ങനെ ഫൈനലി ഗൈസ് എന്തായാലും അവൻ്റെ കാര്യത്തിൽ അങ്ങനെ തീരുമാനമാക്കിയിട്ടുണ്ട് കേട്ടോ. അവനെ കാണാൻ പോയില്ല, അവൻ തീർച്ചയായും അതോ വഴിക്ക് പോയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഏതാണ് റിവഞ്ചുകളൊക്കെ ഫയൽ അങ്ങനെ ഇവിടെ വെച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അവൻ നമ്മുടെ BMW നശിപ്പിച്ച് കളഞ്ഞു, അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, നമ്മുടെ വണ്ടി പൊട്ടിക്കുക അവന് ഒരു അധികാരമല്ലോ. ഓക്കെ, എനിക്കെന്തായാലും ഇവിടെ ഇപ്പോൾ ദേഷ്യം വന്ന കേസ്. എന്തായാലും എനിക്കെന്തായാലും ഹൾക്കിൻ്റെ സ്യൂട്ടൊക്കെ കിട്ടുക, അതുകൊണ്ട് തന്നെ ഞാൻ മൊത്തം ഇവിടെ അലുമ്പുണ്ടാക്കാൻ പോവാണ്. ഓക്കെ, ഇവിടെ എല്ലാ വണ്ടീനെയും അടിച്ച് നശിപ്പിക്കാനായിട്ട് പോവേണം. ഓക്കെ, ഇനി മുതൽ ഞാൻ ഹൾക്കിൻ്റെ സ്യൂട്ട് വെച്ച് ഞാൻ കുറേ പരിപാടികൾ ചെയ്തതാണ്. ഓക്കെ, ഇനി ആരെങ്കിലും എന്നെ തോണ്ടാൻ വന്നാൽ അവൻ്റെ സ്ഥിതി ഇതേപോലെ ആയിരിക്കും. ഓക്കെ ഗായ്സ്, ഓക്കെ, അപ്പോൾ ഇത്രയുള്ള കേസ് ഇന്നത്തെ ഒരു വീഡിയോകളൊക്കെ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഓക്കെ, ഒരു കിടക്കാച്ചായിട്ടുള്ള ഒരു സ്റ്റോറി വീഡിയോകളൊക്കെയാണ് കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും വീണ്ടും എന്തായാലും ഒരു അടിപൊളി ഒരു കിടിലെ വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും വീണ്ടും എന്തായാലും വരുന്നതാണ്. ഓക്കെ, അപ്പം പുതിയൊരു കിടിലെ വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ. അതേപോലെ തന്നെ എല്ലാവരും എന്തായാലും ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം തന്നെ എന്തായാലും ചെയ്യുക കേട്ടോ. എല്ലാവരും എന്തായാലും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നമ്മളെ മാക്സിമം എന്തായാലും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലുകളൊക്കെ എന്തായാലും 1081 സബ്സ്ക്രൈബേഴ്സുകളൊക്കെ എന്തായാലും ആയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും മാക്സിമം എന്തായാലും സബ്സ്ക്രൈബുകളൊക്കെ ചെയ്ത് നമ്മുടെ ചാനലിനെയൊക്കെ വേറെ ലെവലാക്കാനായിട്ട് മാക്സിമം എന്തായാലും എല്ലാവരും എന്തായാലും ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പം പുതിയൊരു കിടലം വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.